ശോഭ ചൊരിയുന്ന ദീപമോ സൗഹൃദം, ദീപനാളമായി താപമായി സൂര്യശോഭയായൊരീ സൗഹൃദം. എന്നുമെന്നും അണയാതെ ശോഭ ചൊരിയുന്ന ദീപമേ സൗഹൃദം, ദീപനാളമായി താപമായി സൂര്യശോഭയായൊരീ സൗഹൃദം. നിഴലായി സന്തതം എന്നെ തുണച്ചൊരു തോഴരേ, Friends, let's make it together, മോഹം അഗ്നിയായി ആളിപ്പടർത്തിയ കൂട്ടരേ, Friends, let's stay for each other, ഇത് സ്നേഹസംഗമം, നിമിഷങ്ങൾ സുന്ദരം. ഇത് സ്നേഹസംഗമം, നിമിഷങ്ങൾ സുന്ദരം. പോയി മറയും കാലമതിൽ പോയി മറയാത്തൊരീ ഓർമ്മകൾ, നശ്വരമാം ജീവനതിൽ അനശ്വരമായൊരീ ഓർമ്മകൾ. പോയി മറയും കാലമതിൽ പോയി മറയാത്തൊരീ ഓർമ്മകൾ, നശ്വരമാം ജീവനതിൽ അനശ്വരമാമൊരീ ഓർമ്മകൾ. Hey people, can't you see it's your friendship song and never goes down. I don't wanna leave you thinking all night long. Check it out, your friendship song. I can't be sure what you gonna do, what you gonna do, gonna do. Celebration down, gonna make it for you. Gonna make it all right, gonna make it all right for you. Gonna make it all right, gonna make it all right. എന്നുമെന്നും അണയാതെ ശോഭ ചൊരിയുന്ന ദീപമേ സൗഹൃദം, ദീപനാളമായി താപമായി സൂര്യശോഭയായൊരീ സൗഹൃദം. സ്വരമേ ഞങ്ങളിൽ രാഗാഗ്ര സംഗീതമായി വരൂ. Gotta believe all we need to do. Gotta believe all we here for. Wanna show you, wanna prove you. Yeah, it's never gonna die. സ്വരമായി നൽകിടാം സൗഹാർദ്ദരാഗത്തിൻ പുതുസ്വരം. Stand out forever, friends forever. One, there's no one else. We get it all right. ഇത് സ്നേഹസംഗം, ഇത് സ്നേഹസംഗം, നിമിഷങ്ങൾ സുന്ദരം, നിമിഷങ്ങൾ സുന്ദരം. ഇത് സ്നേഹസംഗമം, നിമിഷങ്ങൾ സുന്ദരം. പോയി മറയും കാലമതിൽ പോയി മറയാത്തൊരീ ഓർമ്മകൾ, നശ്വരമാം ജീവനതിൽ അനശ്വരമാമൊരീ ഓർമ്മകൾ. പോയി മറയാത്തൊരീ ഓർമ്മകൾ, അനശ്വരമാമൊരീ ഓർമ്മകൾ. ഓർമ്മകളുടെ ക്ലാസ്സിൽ കാലങ്ങൾക്കിപ്പുറം അവർ ഒന്നിച്ചുകൂടി. വർഷങ്ങൾക്ക് മുമ്പ് കൂടിരുന്നവരും പിന്നീടെപ്പോഴോ വഴിപിരിഞ്ഞു പോയവരും പരസ്പരം സ്നേഹം പങ്കുവച്ചപ്പോൾ ആ സംഗമം വേറിട്ടൊരു കാഴ്ചയായി. പത്തനംതിട്ട മർത്തോമ ഹൈസ്കൂളിലാണ് ഒരുമിച്ച് പഠിച്ച് സമൂഹത്തിന്റെ വേറിട്ട മേഖലകളിൽ ഇന്ന് ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് കൂടിയത്. 1990-91 കാലയളവിൽ സ്കൂളിലെ പത്തേയിൽ പഠിച്ചവരാണ് കാലങ്ങൾക്കിപ്പുറം പഴയ കലാലയമുറ്റത്ത് ഒരുമിച്ച് കൂടിയത്. പഴയ വിദ്യാർത്ഥികളുടെ സംഗമം മുൻ ഹെഡ് മാസ്റ്റർ ജോർജ് ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ദൈവസ്നേഹമാണ്. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നതാണ് ദൈവം ജനിച്ചിരിക്കുന്നുള്ളതാണ്. സ്നേഹം കണ്ടപ്പോൾ സ്നേഹമാണ് അന്യസാരം
കൂടി സ്നേഹിക്കുക. ഈ ഇംഗ്ലീഷിൽ ചെറിയ വാചകമുണ്ടായി, നത്തിങ് ഈസ് മോർ ഹാപ്പിനെസ് ദാൻ സ്വീറ്റ് റിമംബറൻസ്. ഏറ്റവും സന്തോഷകരമായ പഴയ KM ഫിലിപ്പ്, ഷീബായ് തടിയിൽ, അനു കുര്യൻ, അഖിലേഷ് കാര്യാട്, ജോജോ മാത്യു എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ പഴയകാല അധ്യാപകരെ ആദരിച്ചു. 20 അധ്യാപകരെയാണ് ആദരിച്ചത്. പഴയ അധ്യാപകരും കുട്ടികളും ഒന്നിച്ചപ്പോൾ കാലം വർഷങ്ങൾ പുറകോട്ട് പോയി. പരസ്പരം സ്നേഹം പങ്കുവച്ചും പുതിയ കൂട്ടായ്മകൾക്ക് രൂപം നൽകിയുമാണ് ഒരു കാലത്ത് മർത്തോമ സ്കൂളിനെ സജീവമാക്കിയിരുന്ന ആ വിദ്യാർത്ഥി കൂട്ടം പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
25 വർഷത്തിന് മുമ്പ് ഈ കലാലയത്തോട് നിറഞ്ഞ സന്തോഷത്തോടെ വീണ്ടും നമ്മൾ ഈ കലാലയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഓർമ്മയുടെ അനവധിയായ നിമിഷങ്ങൾ സമ്മാനിച്ച് പലരുടെയും രൂപഭാവങ്ങളുടെ മാറ്റത്തെ പരസ്പരം ആസ്വദിച്ച് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞ സന്തോഷമാണ്. നമ്മുടെ ഗുരുജനങ്ങളെ ഒരിക്കൽ കൂടി കാണുമ്പോൾ, അവരുടെ സ്നേഹം പങ്കിടുമ്പോൾ, നമ്മൾ നടന്നു വന്ന വഴികളിൽ നമുക്ക് അവരുടെ താങ്ങും തണലും പ്രാർത്ഥനയും നമുക്ക് ആശ്വാസമായി നിൽക്കുന്നു. ഇത് 1990-91 10A ബാച്ചിൽപ്പെട്ട കൂട്ടുകാരുടെ കൂട്ടായ്മയാണ്. ഈ പരിപാടി ആരംഭിക്കുന്നു. വേദിയിലേക്ക് ആദരണീയനായ ജോർജ് ഫിലിപ്പ് സാർ, KM ഫിലിപ്പ് സാർ, അനു കുര്യൻ, ശ്രീമതി ഷീബ എ തടി, ഇവരെ ആദരപൂർവ്വം ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. കർക്കിടകത്തിന്റെ ഈ മഴയത്തും ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരും തിരക്ക് എന്ന ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതിനിടയിൽ ഒരോർമ്മ, ഇന്നലകളെ കുറിച്ചുള്ള ഒരോർമ്മ, അത് ഇത്തരത്തിലൊരു പരിപാടിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ജോലികളിൽ, അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലാകെ അവരവരുടേതായ കർമ്മമേഖലകളെ കണ്ടെത്തി ഈ സ്കൂളിന്റെ അനുഗ്രഹത്തോടെ നമ്മൾ ഓരോരുത്തരും ഓരോ നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ ആഗ്രഹിച്ച, തുടക്കം മുതൽ പരിശ്രമിച്ച എന്റെ എല്ലാ സ്നേഹിതരെയും നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഓർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഈ ചടങ്ങിന്റെ ഔപചാരികതയുടെ പേരിൽ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഈശ്വര പ്രാർത്ഥന. നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ. നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ. സ്വർഗീയ സൂനമേ വിരിഞ്ഞാലും സ്വർഗസൗഭാഗ്യം പകർന്നാലും സ്വർഗീയ സൂനമേ വിരിഞ്ഞാലും സ്വർഗസൗഭാഗ്യം പകർന്നാലും കൂരിരുൾ ചൂഴും മാനസവീഥിയിൽ താരകമായി നീ തെളിഞ്ഞാലും നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴി
ഞാൻ പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ വാറുളി ചിന്തിയൻ ആത്മാവിൽ വാർമഴവില്ലായി വാഴുക നീ വാറുളി ചിന്തിയൻ ആത്മാവിൽ വാർമഴവില്ലായി വാഴുക നീ യുവചേതനകൾ പൂവണിയാൻ ജീവജലം നീ തൂകണമേ നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ യേശുവേ നീയൻ ആലംബമേ യേശുവേ നീയൻ അടുത്തതായി ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ജോജോ മാത്യുവിനെ ക്ഷണിച്ചു. ഏറ്റവും ബഹുമാനായ ജോജോ ലുസ, കെ ലുസ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ഹെഡ് മിസ്റ്റേഴ്സ്, ഞങ്ങളുടെ പ്രിയ ഗുരുക്കന്മാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഈ വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഔദ്യോഗിക സ്വാഗതം കൊടുക്കുന്നതിന് മുമ്പ് സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പഴയ ഓർമ്മകളെയാണ്. നമ്മളുടെ കുട്ടിക്കാലവും കുട്ടിക്കാലത്തിന്റെ വികൃതികളും അതിന് നമ്മൾക്ക് കിട്ടിയ ശാസനകളും സ്നേഹത്തിന്റെ ശാസനകള്, ചൂരലുകളുടെ ശാസനകള് എല്ലാത്തിനെയും ഈ ഒരു അവസരത്തില് ഏറ്റവും ആദ്യം ഹൃദയത്തിന്റെ ഭാഷയെ, ആ ഓർമ്മകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 25 വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ കൂടുമ്പോൾ വല്ലാത്തൊരു വെങ്ങലാണ്. അത് നമ്മൾ കാണിച്ച കുസൃതികളുടെയും നമ്മൾ കാണിച്ച കൊച്ചു നിർമ്മാണത്തരങ്ങളുടെയും ഒക്കെ ഒരു അയവിറക്കൽ കൂടിയാണ്. അതിന് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർമാര്, നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനായ സാറുമാര് നമ്മൾക്ക് തന്നിട്ടുള്ള ചെറിയ ചെറിയ ശാസനകള്, അതുപോലെ തന്നെ ശിക്ഷകള് ഇന്ന് തോർക്കുമ്പോൾ, അന്ന് ഒരുപാട് നെഞ്ചിരുവെങ്കിലും ഇന്ന് തോർക്കുമ്പോൾ ചെറുപുഞ്ചിരി മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ വരികയുള്ളൂ. അത് അവർ നമ്മളെ അന്ന് ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ ഓർമ്മകളെ ഈ അവസരത്തിൽ ഏറ്റവും ഹൃദയപരമായ രീതിയിൽ ഓർമ്മിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ജോർജ് സാറ് നമ്മളേവരും വളരെ ബഹുമാനായി ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിൽ ബഹുമാനവും ഭയവും എല്ലാമായിരുന്നു. ടീച്ചർ സാറ് ഇപ്പോഴും എവിടെ കണ്ടാലും ഏറ്റവും സ്നേഹപൂർവ്വം നമ്മളുടെ അടുത്ത് വരികയും നമ്മളോട് കുശലം പറയുകയും ഒക്കെ ചെയ്യും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഏറ്റവും ആദരണീയനായ ജോർജ് വില്യംസ് സാറിന് ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യും. ഏറ്റവും ആദരണീയനായ കെ വില്യംസ് സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യും.
നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘമായിട്ട് സംഘടിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം നമ്മൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും സപ്പോർട്ടോടുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും നന്നായിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ട സഹായം ഞങ്ങൾ തരുമെന്ന് വാഗ്ദാനം ചെയ്ത ബഹുമാനപ്പെട്ട അനിൽ ടീച്ചറിന് ഞങ്ങൾ ഓരോരുത്തരുടെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഈ പരിപാടി ആദ്യം സംഘടിപ്പിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ആദ്യം തന്നെ വരുമ്പോൾ ഞങ്ങൾ കാണുന്നത് ബഹുമാനപ്പെട്ട ശിവ ടീച്ചറിനെയാണ്. അന്ന് ടീച്ചർ ഞങ്ങളെ കയറി സാറാണ് വിളിച്ചത്. നമുക്ക് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി. ഞങ്ങൾ പറഞ്ഞു ടീച്ചറെ ഞങ്ങൾ അങ്ങനെ വിളിച്ചേക്കില്ലേ, ഞങ്ങളൊക്കെ ടീച്ചറിന്റെ സ്റ്റുഡൻസ് ആണ്. ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് 10ാം സ്കൂളിൽ പടി കടന്നു വരുമ്പോൾ ഇപ്പോഴും പണ്ട് ഇട്ട് അതേ യൂണിഫോം ഇട്ട് വരുന്ന ഞങ്ങളുടെ അതേ ആ ഒരു മനോവികാരത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു അവസരത്തിലും ഈ സ്കൂളിൽ വെടിത്തരത്തിൽ നിൽക്കുന്നുവെങ്കിലും വേഷവിധാനങ്ങൾ മാറിയെങ്കിലും ഇപ്പോഴും ഞങ്ങളതേ പഴയ കുട്ടികൾ തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ട എല്ലാവരും ചെയ്തു തന്ന ശിവ ടീച്ചറിനെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു, സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് പറയാൻ കഴിയാതെ ഒരുപാട് പറയേണ്ടി വരും. കാരണം അവരൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അസറ്റുകളാണ്. ഞങ്ങൾക്ക് ദൈവം തന്ന നിധികളാണ് ഞങ്ങളുടെ അധ്യാപകന്മാർ, ഞങ്ങളുടെ ഗുരുക്കന്മാർ. ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരുടെ വീടുകളിൽ ചെല്ലുമ്പോഴും ഞങ്ങൾ പലരും പല ടീച്ചേഴ്സിനെയും പറഞ്ഞെങ്കിൽ പോലും ഓരോരുത്തരും ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ കാണിച്ച കുസൃതിതരങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ കുട്ടിത്തരങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആ സമയത്ത് കാണിച്ചിട്ടുള്ള ഓരോ വികൃതതരങ്ങളെക്കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങളോട് അവതരിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തലകുലിച്ചു പോവുകയാണ്. ഞങ്ങൾ വണ്ടിയിൽ ഷെയർ ചെയ്യുകയാണ്. ഓരോ ടീച്ചറും നിങ്ങൾ എന്നെ പറ്റിയിരുന്നു, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കാണിച്ചു. എത്രയോ വലിയ ശിക്ഷകണങ്ങളുള്ള ടീച്ചർമാരാണ്. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. എത്രയും ഭംഗിയായിട്ട് ഒരു സിനിമയിലെന്ന പോലെ ഇവർ ഓരോരുത്തരും ഞങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ബഹുമാനപ്പെട്ട ടീച്ചർമാർ ഓരോരുത്തരെയായിട്ടും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അനുപ ജോൺസ് ടീച്ചർ, എലിസബത്ത് വർഗീസ് ടീച്ചർ, ബഹുമാനപ്പെട്ട ടി ജോർജ് സാർ, പി കെ കുരോള സാർ, ലീലാമ തോമസ് സാർ ടീച്ചർ, ബഹുമാനായ മാർട്ടിൻ സാർ, മരിൻ ടീച്ചർ, ഞങ്ങളുടെ 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ സൂസൻ നാമ ടീച്ചർ, സാറാമ തോമസ് ടീച്ചർ, എ കെ തരീൻ സർ, ബഹുമാനപ്പെട്ട ജോർജ് സർ, ബഹുമാനപ്പെട്ട പി കെ കുരോള സർ, സാറാമ വർഗീസ് ടീച്ചർ, എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ഷമിക്കുക, ഞാൻ റേച്ചൽ സാമുവൽ ടീച്ചർ വരാരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. സുബി വർഗീസ് ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു ബഹുമാനപ്പെട്ട ടി ജോർജ് സാർ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഒരുപാട് അദ്ദേഹം ആഗ്രഹിച്ചു ചെയ്തു വേദി പങ്കെടുക്കുവാനായിട്ട്. എന്നാൽ ശാരീരികമായ ചില
അദ്ദേഹത്തിനുണ്ട്, അതെല്ലാവർക്കും അറിയാം. ഈ ഒരു അവസരത്തിൽ സാറിനെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെല്ലാവരുടെയും സ്നേഹത്തിന്റെ പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ അവസരത്തിൽ അദ്ദേഹത്തിന് അസാന്നിധ്യത്തിലും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ സൗഹൃദം, നമ്മളുടെ സ്നേഹം, നമ്മളുടെ സുരതരങ്ങൾ ഇവയെല്ലാം പങ്കുചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഞങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബാംഗങ്ങൾ, മറ്റ് വിജയാകാംക്ഷികൾ എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗതം നൽകുന്നതാണ്. സ്വാഗതം. രൂപത്തില് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പേരത് തന്നെയാണ്, അഭിജിതെന്നാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഹൃദയത്തിന്റെ ഭാഷ, ഉള്ളിൽ നിന്നുള്ള ഭാഷ, എന്തൊക്കെ പറഞ്ഞാലും മതി വരാത്ത ഒരുപാട് വാക്കുകൾ, ചിന്തകൾ മനസ്സിൽ ഓടി വരികയാണ്. കഴിഞ്ഞ കുറേ നാളായി യഥാർത്ഥത്തിൽ അഖിലേഷ് പറഞ്ഞു പ്രധാന സംഘമാണ്, അങ്ങനെ ഇതൊരു ടീം വർക്കാണ്, കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ തുടങ്ങിയതിന് ഞാൻ ഒരു പങ്കാളി പോലും അല്ല. കാരണം ഇത് വിദേശത്തു നിന്ന് നമ്മുടെ സുഹൃത്തുക്കള് അവർ തുടങ്ങി വെച്ചതാണ്. തുടങ്ങി വെച്ച് അവസാനം ആ ഗ്രൂപ്പിൽ ഏകദേശം കയറിയ ഒരാളാണ് അവീതായ ഞാൻ. ഒരു 6-7 മാസം മുമ്പ് സൂരജ് എന്നെ വിളിക്കുന്നുണ്ടായി. നമ്മൾ ലോക്കലിൽ അവൈലബിൾ ആയതുകൊണ്ടായിരിക്കാൻ വിളിച്ചത്. പക്ഷേ അന്ന് സൂരജിനോട് ക്ഷമ പറയുകയാണ്, അതിന്റെ മദറിന്റെ സിറ്റുവേഷനൊക്കെ മോശമായ സ്ഥിതിക്ക് അന്ന് സൂരജ് പറയുമ്പോൾ റെസ്പോൺസ് ചെയ്യാൻ എനിക്ക് കറക്റ്റ് കഴിഞ്ഞില്ല. എന്നിരുന്നാലും സൂരജും സുമോദും അഖിലേഷും എല്ലാം ഇവിടെ വന്ന് അറ്റൻഡേഷൻ, സ്കൂളിൽ വന്ന് അറ്റൻഡേഷൻ എടുക്കുകയും ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ തുടങ്ങുകയുണ്ടായി. അത് ഏവർക്കും അറിയാവുന്നതാണ്. ഇത് 25 വർഷത്തിന് ശേഷം ആദ്യമായി കണ്ടുമുട്ടുന്ന ആൾക്കാർ വരെയുണ്ട് ഇവിടെ. പേരറിയാം, രൂപം അറിയുകയില്ല, രൂപം അറിയാം, പേരറിയുകയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ പരിഹരിക്കണം. ഏകദേശമൊക്കെ പരിഹരിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഈ ഒരു റീയൂണിയന്റെ പ്രാധാന്യം അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ പലയിടത്തും പഠിച്ചിട്ടുണ്ട്, പല ക്ലാസ്സുകളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, പല മേഖലയിലേക്ക് പോയി, പല കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മർത്തോമ സ്കൂളിലെ 10 സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളുടെ ഒരു കൂട്ടായ്മ ഒരു പ്രത്യേകതയാണ്. അതിനോളം ആത്മാർത്ഥത, അതിനോളം ബന്ധങ്ങൾ 25 വർഷം
കണ്ടിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചാൽ അകക്കണ്ണിൽ ഹൃദയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമുക്കിവിടെ കൂടാൻ സാധിച്ചത്. ഇവിടെ പ്രോഗ്രാമുകൾ വളരെ പെട്ടെന്ന് ചെയ്തു കൂട്ടുകയാണെങ്കിലും വലിയ തരക്കേടില്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിച്ചത് അത് ഏറ്റവും ധന്യമായ മുഹൂർത്തം ഗുരുവന്ദനമാണ്. നമ്മുടെ അധ്യാപകരെ, ഗുരുക്കന്മാരെ ആദരിക്കുക, ആ ഒരു ദൈവാനുഗ്രഹം, ആ ഒരു അവസ്ഥ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജോബി ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എല്ലാവരും ക്ലാസ്സിലൊക്കെ പഠിക്കും, നമുക്കൊരു സെലിബ്രിറ്റി വേണ്ടേ എന്നൊക്കെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടോ? ചില IAS പോസ്റ്റിലേക്ക്, ചില സിനിമാ ഫീൽഡില് ഇപ്പൊ നയൻതാര ഒക്കെ പഠിച്ച ക്ലാസ്സിലുള്ള കുട്ടികൾ എന്റെ ക്ലാസ്സിലാണ് നയൻതാര പഠിച്ചേ എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടോ? പക്ഷെ നമുക്കും അങ്ങനെ ഒരു സെലിബ്രിറ്റി ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. സാഹിത്യോട് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സിനിമയുടെ സംഗീത സമുദായം തുടങ്ങി ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഈ ഫീൽഡില് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കഴിയട്ടെ. ഞാൻ ഇത്രയും കഴിയുമ്പോൾ ഒരു പാട്ട് പാടാനൊക്കെ ഒരവസരം എനിക്ക് കൊടുത്താണ് കേട്ടോ. അതുകൊണ്ട് കാരണം ഞാൻ ജോലിയോട് സാറിന്റെ ഒരു ശിഷ്യനാണ്. ആ പാടെ അമീയത്തിന്റെ സൗണ്ട് കൊള്ളാമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയാണ് ജോലിയോട് സാർ. അത് ഓടി പറയാണ് ബാബ. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മൾക്ക് ഇത്രയും ചിരിക്കുന്നു, ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നത് നമ്മളുടെയൊക്കെ ഇന്നുകൊണ്ട് നമ്മുടെയൊക്കെ ഏജ് കുറയാൻ പോകണം. 40 നമ്മൾ 39, 38, 37, 36 നല്ലൊരു കൈകാര്യം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതായി തീരും. നമ്മൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരുപാട് പ്രാവശ്യം സാരത് സെലിബ്രിറ്റി ആണെന്ന് പറയാനാണ് ആഗ്രഹം. കാരണം അങ്ങനെ ആവണം. കാരണം എങ്കിലേ നമ്മളൊക്കെ പഠിച്ച ആ ഓർമ്മകൾക്ക് ഒരു അർത്ഥമുള്ളൂ. അങ്ങനെ ഉണ്ടാവട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ജോർജ് ഫിലിപ്പ് സാറിനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എന്റെ ഫാദറിന്റെ സുഹൃത്താണ്. എന്റെ ഫാദറുടെ പേരന്റ് ജീസിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എന്നെ വളരെ വിദഗ്ധമായി 7ാം ക്ലാസ്സിൽ എന്റെ സാറ് പറഞ്ഞിട്ടുണ്ടാവും. എന്റെ ഫാദറും സാറിനും എന്നെ തോൽപ്പിച്ചതാണ് എന്റെ പഠിക്കാനുള്ള. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പഠിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായത്. കാരണം ഞാനൊരു വർഷത്തിലാണ് എല്ലാവർക്കും 40, എനിക്ക് 41. അപ്പം 7ാം ക്ലാസ്സിൽ ഞാൻ ഒന്ന് ഇരുന്നതാണ്. അത് പറയാനും എനിക്ക് മടിയില്ല. അതുകൊണ്ട് ഈ എല്ലാ ഉപകാരങ്ങൾക്കും, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളി, വേൾഡ് കപ്പും പ്രത്യേക ക്രിക്കറ്റ് കളി കാണുമ്പോൾ നമ്മൾ എടുത്തുകൊടുക്കുന്നത് സാറിന്റെ വീട്ടിലാണ് TV കാണാൻ പോകുന്നത് ഇല്ലേ? അത് നമ്മൾ മറക്കാൻ പാടില്ല. രണ്ടാമത് നമുക്കൊരു പെട്ടിക്കടയുണ്ട്, നാരങ്ങ മുട്ടായി, ഗ്യാസ് മുട്ടായി. അതിന് ഓർമ്മകൾ വരുന്നുണ്ട്. ആ ഓർമ്മകൾ കൊണ്ട് തന്നെ പറയുകയാണ്, ആ കടയെ മറക്കാൻ സാധിക്കുകയില്ല. ഐസ്ക്രീം ജോസ്റ്റാനെ പറ്റില്ല. ഒരുപാട് പ്രാവശ്യം വയറ്റിലൊക്കെ പിടിച്ചുകൊണ്ട് തീരെ ഓർക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഓർമ്മകള്, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പല പ്രാവശ്യം ഞാൻ കുരുവിള സാറിന്റെ എന്റെ മനസ്സിൽ വരും. കാരണം സാറിന്റെ മലയാളത്തിലെ ഗാംഭീര്യമായ ശബ്ദം ഇന്നും എന്റെ ചെവികളിലുണ്ട്. ആ ഗാംഭീര്യത സാറിനെ വെച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഓരോ ടീച്ചർമാർക്കും എല്ലാവർക്കും അതിന്റെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തില് ഇവിടെ എത്തിച്ചേരാൻ ഓരോ ടീച്ചർമാരും കാണിച്ച നന്മ, ആ സ്നേഹം ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. എന്നും ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ ടീച്ചർമാരുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട്, അവർ കുട്ടികളുടെ പരമ്പരകളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങളുടെ ജീവിതത്തിലെ ഇനി വരാൻ പോകുന്ന തലമുറകളുടെയും അനുഗ്രഹിക്കണമേ എന്ന താന്ന് അപേക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ നേർവഴിക്ക് നയിച്ച ആ ഗുരുക്കന്മാരെ നമ്മൾ ആദരിക്കുന്നു. നമ്മുടെ കൂട്ടുകാർ ഓരോരുത്തരും പേര് വിളിക്കുന്നതനുസരിച്ച് ഈ സ്റ്റേജിലേക്ക് വന്ന്, അത് ടീച്ചറും ഇവിടെ പേര് വിളിക്കുന്നതനുസരിച്ച് വേദിയിൽ വന്ന് ആ ഷാള് സ്വീകരിക്കണം, ഞങ്ങളുടെ വന്ദനം സ്വീകരിക്കണം, മൊമെന്റോ സ്വീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം ശ്രീ ജോർജ് ഫിലിപ്പ് സാറിന് ജോജോ മാത്യുവിനെ ക്ഷണിക്കുന്നു. ശ്രീ ജോർജ് ഫിലിപ്പ് സാർ.
അടുത്തതായി കെ.എം. ഫിലിപ്പ് സാർ. അടുത്തതായി അന്നമ്മ ജോർജ്. വിമലയെ ക്ഷണിച്ചോളൂ. അടുത്തതായി എലിസബത്ത് വർഗീസ് ടീച്ചറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. സൂരജ് ഷാമൻ. എലിസബത്ത് വർഗീസ് ടീച്ചറിനെ അറിയിക്കും. അടുത്തതായി ജി ജോർജ് കുട്ടി സാറിനെ ആദരിക്കുന്നു. ഡോക്ടർ മുജീബ്. ജി ജോർജ് കുട്ടി സാർ നമ്മുടെ മ്യൂസിക് അധ്യാപകൻ. അടുത്തതായി പി കെ കുരുവിള സാറിനെ ആദരിക്കുന്നു. ജോ മാത്യു നമ്മുടെ മലയാള അധ്യാപകൻ. പി കെ കുരുവിള സാറിനെ ആദരിക്കുന്നു. ജോ മാത്യു. അടുത്തതായി ലീലാമ തോമസ് ടീച്ചറിനെ ആദരിക്കുന്നതിന് വേണ്ടി മഞ്ജു സാറെ ക്ഷണിച്ചു. ലീലാമ തോമസ് ടീച്ചറിനെ മാത്സ് ടീച്ചറാണ് ആദരിക്കുന്നത്. അടുത്തതായി മാത്യു നായനാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ലെനിനെ ക്ഷണിച്ചു. വരകളുടെ ലോകത്തേക്ക് നമ്മളെ എത്തിച്ച പ്രിയപ്പെട്ട മാത്യു നായനാൻ സാറിനെ ലെനിൻ ആദരിക്കും. അടുത്തതായി മെറി ജോർജ് ടീച്ചറിനെ ആദരിക്കുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിച്ചു. മെറി ടീച്ചറിനെ ആദരിക്കും. അടുത്തതായി സൂസന്നാമ ടീച്ചറിനെ നമ്മുടെ പ്രിയപ്പെട്ട സൂസന്നാമ ടീച്ചറിനെ ജോപ്പി ആദരിക്കും. സൂസന്നാമ ടീച്ചറിനെ ആദരിക്കുന്നു. നമ്മുടെ ക്ലാസ് ടീച്ചർ ജോപ്പി. അവിടെ തീർച്ചയായിട്ടും ഉണ്ട് ടീച്ചറിനെ ആദരിക്കുന്ന മൊമെന്റ്. അടുത്തായി കുങ്കുമം ആദരിക്കും. സാറാ തോമസ് ടീച്ചറിനെ ആദരിക്കും. അടുത്തതായി ജോർജ് കുര്യൻ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോർജ് കുര്യൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രകാശ് കുമാരനെ വേദിയിലേക്ക് സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ജോർജ് കുര്യൻ സാറിനെ പ്രകാശ് കുമാരൻ ആദരിക്കും. ഗുരുവന്ദനം. അടുത്തതായി സാറാമ വർഗീസ് ടീച്ചറിനെ
ആദരിക്കുന്നതിന് വേണ്ടി സുമ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ഈ സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ്സായിട്ടുള്ള ശ്രീമതി തന്നെ ഈ അവസരത്തിൽ ആദരിക്കുകയാണ്. ആദരിക്കാനായി സേവയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഗുരുവന്ദന പരിപാടി പര്യവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി അറ്റൻഡൻസ് നമ്മുടെ പരിപാടിയുടെ ഒരു പ്രധാന ഇനമാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജോബിയാണ് നമുക്ക് വേണ്ടി ഈ അറ്റൻഡൻസ് വിളിക്കുന്നത്. ഹാജരുള്ളവർ ഹാജർ ഉണ്ട് എന്ന് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോരുത്തരായിട്ട് നാം പറയും. എവിടെങ്കിലും അവിടെ അവിടെ അജിഷ് Ajit Jacob, Ajit John, Agilexus, Ajit Jepile, Vinod Joseph, Vinod Abraham, CJ Varghese, Geo Picon, George K. Manor, Dean Thomas Jacob, DJ Abraham, England, USA, DJ John Jones, Joe Matthew, Jojo Matthew, Joseph Joy, Lenin C. John, Lenin Queen, Nico Matthew, Lizu Jasakriya, Matthew John, Matthew Varghese, Mehboob M, Nasir Cage, Prakash Sumaran, Ruto Thomas, Roy and Philip, Sajid Ram, Saiji George, Sai Lalas, Sajid Ji Nair, Mujib, Samir, Shahid John, Shahid Varghese, Shibu John, Shihabuddin, Sony Abraham, Tony Thomas, Alan, Stanley David Philip, Stephen Nisam, Samos P. Joe, Surajas, Thomas Matthew, Thomas P. John, Vipin Varghese, Annamma Maman, Anisa
Salim, Animal P, Basma K. Mohammed, Bina P. Matthew, Betsy Varghese, Chitra Maman, James George, Hamida P. Bashir, Jayatitra Aya, Jija John, Jenny John, Julie Charan, Kungum BC, Manju Merlin Umman, Manju Sara Koshi, Meera Bensir, Janike Panikar, Reena John, Reena Mary Matthew, Seema P. Varghese, Sharati Kumari, yes, Shiny M, Shiny P. George, Shiny Sara John, Smriti Hakim, Srivijay S, Stanley Umman, Suma Varghese, Vimla Ghosh, Elizabeth Cherian. ക്ലാസ്സിൽ താമസിച്ചു വന്നതിന് സ്വാഗതം ചെയ്തു. ജോപ്പി ഹാജർ വിളിച്ചപ്പോ നമ്മുടെ സൂസൻ രാമൻ ടീച്ചർ എന്ത് ബുദ്ധിമുട്ടി കാണും എന്ന് ക്ലാസ് ടീച്ചർ വന്ന് ഹാജരെടുത്തപ്പോൾ എന്ത് ബുദ്ധിമുട്ടി എന്ന് ജോപ്പിക്കും മനസ്സിലായി, ഞങ്ങൾക്കും മനസ്സിലായി. നമ്മുടെ അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ആദരണീയനായ ജോർജ് വിൽപ്പ് സാറിനെ ക്ഷണിച്ചു. വേദിയിലും സാഹസികമായിരിക്കുന്ന അധ്യാപക ചർച്ചയെ സ്നേഹമുള്ള സീറ്റുകളിൽ സത്യത്തിന് ഇത്രമാത്രം ഗംഭീരമായി ഈ ഗെറ്റുകൾ സംഘം സംഘടിപ്പിച്ച വളരെ സ്നേഹമുള്ള പൂർവ്വ വിദ്യാർത്ഥി സ്നേഹിതരെ എല്ലാവർക്കും വന്നത്. കരുണാകരൻ പറഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. സ്നേഹം പങ്കിടുന്ന വലിയൊരു അവസരം. ആദ്യമായി ഈ 99 ബാച്ച് നിങ്ങൾ ഏവരെയും ഞങ്ങളെല്ലാവരും അധ്യാപകർ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. കാരണം ലോകത്തിലെ പല ഭാഗത്തായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടി വരത്തക്കവണ്ണോ ഈ സംഘടിപ്പിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അധ്യാപകരെ സംഘടിപ്പിച്ചു, നമ്മൾ സഹപാഠികളെ സംഘടിപ്പിച്ചു. അന്നൊക്കെ അങ്ങേയറ്റം ആത്മാർത്ഥമായി അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ദൈവങ്ങളാണ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. ദൈവസ്നേഹമാണ്. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നത്. സ്നേഹിക്കുന്നുള്ള ദൈവം ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം കഥവും പോലെ സ്നേഹമാണ് അഗ്രസാരം ഒഴുകി. അപ്പോൾ സ്നേഹിക്കുക. ഈ ഇംഗ്ലീഷൊരു ചെറിയ വാചകമുണ്ട്, നത്തിങ് ഈസ് മോർ ഹാപ്പിനെസ് ദാൻ സ്വീറ്റ് റിമംബറൻസസ്. ഏറ്റവും സന്തോഷം പറയുന്ന പഴയ സ്മരണകൾ. അധ്യാപകരെ സംബന്ധിച്ചോളം വിദ്യാർത്ഥികൾക്ക് വളരെ അഭിമാനമുള്ളവരല്ല. കാരണം നിങ്ങളുടെ സ്ഥാപനത്തെ അധ്യാപകരെ സ്നേഹിക്കുന്നുള്ളതാണ്. ദൈവാനുഗ്രഹം കൊണ്ട് സ്വദേശത്തും വിദേശത്തും ധാരാളം പൂർവ്വ വിദ്യാർത്ഥികൾ കാണുന്നതും ഈ സ്ഥാപനത്തിലൂടെ അവർ സഹായം ലഭിക്കുന്നതൊക്കെയും എനിക്ക് അവസരം ലഭിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, 91 UAE-യിലൊക്കെ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊന്ന് കളക്ഷൻ ഒക്കെ ഇന്ന് പഠിക്കുവാൻ തരികയും വിശ്വാസം ചെയ്യുന്ന ജില്ലയിൽ നമ്മുടെ ബിഷപ്പിന്റെ ബിഷപ്പാണ് റാന്നി തിരുവല്ല അരമന മുറ്റത്ത് സംഭാഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജില്ലയിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹം. ആ വിഷയം 2002 തിരുവല്ല മാർത്തോമാ ടീച്ചേഴ്സ് അസോസിയേഷൻ ആനുവൽ മീറ്റിംഗ് നമ്മൾ അധ്യാപക സംഘം യാത്രയിൽ പോകുന്നു. ഞാൻ സ്റ്റേജിലുണ്ട്. ആ സന്ദർഭത്തിൽ തിരികെ ഞാൻ ഈ പറഞ്ഞ് അനുസ്മരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹം. ഇവിടെ സാറ് അഴിച്ചപ്പോഴേക്കും എന്നോട് പറഞ്ഞു, തിരികെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹം. വളരെ സന്തോഷം. യോഗി സാർ പാടി മതിക്ക് ഓർമ്മകളെ മലവഞ്ചൽ കൊണ്ടുവരും.
കൊണ്ടുപോകും ഞങ്ങളുടെ ആ മാനസികപ്പെട്ട്. അപ്പോൾ മതിക്ക് ഓർമ്മണ്ടായിട്ട് ഈ സ്ഥാപനത്തെ ഞങ്ങൾക്ക് ഒത്തിരി സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവസരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്വദേശത്ത് നല്ല മനുഷ്യരായി മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവ ആശ്രയവും ദൈവവിശ്വാസവും വളരെ സഹോദരരെ മറ്റുള്ളവരെ കഴിയും സ്നേഹിക്കും നല്ല മനുഷ്യരായി ജീവിക്കുവാണ് ഞങ്ങൾ സന്തോഷം. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ സ്മരണകളുടെ വിദ്യാർത്ഥികളുണ്ട്. ഈ ബാച്ചിനെ സംബന്ധിച്ചോളം 6th സ്റ്റാൻഡേർഡ് മുതൽ 9th സ്റ്റാൻഡേർഡ് വരെ ഇതിനോടൊപ്പം ഉണ്ടായിരിക്കുവാണ് അവസരം കിട്ടിയിട്ടുണ്ട്. ഒത്തിരി നമ്മുടെ ഈ കുസൃതി കുട്ടന്മാരുടെ അത് നമുക്ക് വലിയ സ്നേഹമാണ്. സ്വന്തം തീർത്തും സ്കൂളുകളൊക്കെ സ്വന്തം കുസൃതികൾ കാണിക്കാൻ പറ്റും. ചില അനുഭവപ്പെടുക അത്ഭുതപ്പെടുത്തിയ സംഭവം. ഞങ്ങളെ 10 പഴയ ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു ചെറുപ്പക്കാരൻ ഒരു സ്വാറ്റ കണ്ണു കാലം പിടിക്കണം ക്ഷമിക്കണം. എന്റെ വിഷയം ഇപ്പോഴും മനസ്സിലാക്കിയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു സർക്കാരിന് ഒത്തിരി തെറ്റുകൾ ചെയ്തു സാധനങ്ങളുടെ ക്യാൻസറൊക്കെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. സാധനോടുകൂടി ഒന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലെ പ്രയാസം എല്ലാവരും ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സ്വന്തം അധ്യാപക സംഭവം അവരെന്ത് പറഞ്ഞാലും ഒരനുഭവം മാത്രം പറയും. ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 9th സ്റ്റാൻഡേർഡിൽ പൂർവ്വ വിദ്യാർത്ഥിയുടെ മകനെ ഇംഗ്ലീഷിലുള്ള കാര്യത്തിൽ പറഞ്ഞാൽ അവിടെ ക്ലാസ് സ്റ്റോപ്പിക്കുക TC മാറ്റാൻ പ്രൊമോട്ടർ TC കൊടുക്കാൻ പോകും. 1950 വോളിബോൾ ഭയങ്കര ശിക്ഷയാണ്. ഇന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ സാറിനെ സഹായിക്കുകയും വിഷയമില്ല ഇല്ല. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഉത്തരവ് പോലും എടുക്കുകയല്ല ഞങ്ങളുടെ തീരുമാനമാണ്. മോനെ കൊണ്ടുവരാൻ പോകും. അത് വളരെ പോകണം. പിറ്റേഴ്സ് കൊണ്ടുവന്നു. ഞാൻ ഒരു വാക്ക് പറയുന്നത് മോനെ നിന്റെ പപ്പ ഇവിടെ പഠിക്കുമ്പോൾ നല്ല ഞങ്ങൾ എല്ലാം ചെയ്യാനായിരുന്നു. അപ്പോൾ പപ്പ എന്തുകൊണ്ട് ഞങ്ങളുടെ അതുകൊണ്ട് പപ്പ പറയും മോനെ ഈ സ്കൂളിൽ പഠിപ്പിക്കണം. അപ്പം മോൻ നാളെ പറഞ്ഞു ജോലി ചെയ്യുന്നുണ്ട് പഠിച്ചാണോ നിങ്ങൾ സാമാന്യ ശ്രദ്ധ സ്വപ്നമുണ്ടാകും. എന്ത് പറയട്ടെ അവൻ പഠിച്ച് മിടുക്കനായി MBS പാസ്സായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. സന്തോഷം. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തിരി കഥകളുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളോട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാം നന്ദിയും ആശംസിച്ച് ഇത്രയും കാര്യമായിട്ട് ഈ പ്രസ്ഥാനം സംഘടിപ്പിച്ചത് മറ്റുള്ളവരുടെ സാന്നിധ്യവും സന്തോഷം. ഇപ്പോൾ ഒരു കാര്യം പറയാൻ നമ്മുടെ സ്ഥാപനം നമ്മൾ ഒരിക്കൽ പോലും ഇതിന്റെ ഒളി മങ്ങാതെ അതിന്റെ ആ സ്റ്റാൻഡേർഡും അതിന്റെ ഔന്നത്യവും അതിന് പിള്ളേർ സ്വഭാവശാസ്ത്രപരമായി പ്രവർത്തനവും പരിശീലിക്കുന്നതിനും അതിന്റെ പ്രവർത്തനം ഭംഗിയായി പോകുന്നു. ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന അനിപ്പത്തുള്ള പ്രിൻസിപ്പല് ശ്രീമാതെ ഹെഡ്മിസ്റ്റർ തോളോടുകൂടിയാണ് അധ്യാപകർ ഒറ്റക്കെട്ടായി ഗവൺമെന്റ് സന്തോഷമുണ്ട്. ഈ സ്ഥാപനം ആത്മയുടെ മേൽഭാഗത്ത് ഒരു വിജ്ഞാന വെളിച്ചം കൊണ്ടത് ഈ മാതൃകാ വിദ്യാഭ്യാസത്തിൽ ഇരിക്കത്തോ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രവർത്തിക്കാൻ ചെയ്യാം. ഇവയ്ക്കെല്ലാം നമ്മളുണ്ട്. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവവിശ്വാസത്തിൽ അവർ ഭംഗിയായിട്ട് പ്രവർത്തിച്ച് ആ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നല്ല തലത്തിലാണ് ശ്രമിക്കാം എന്നുള്ള ദൈവം പ്രാർത്ഥിച്ചു ആശംസിക്കുന്നു. ഈ നല്ല പരിപാടിക്ക് ക്ഷണിച്ചുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് വാർത്തകൾ നൽകുന്നു. ബഹുമാന്യനായ ജോർജ് ഫിലിപ്പ് സാറ്, അനിപ്പച്ചന്മാർ, ഷീല ടീച്ചർ, CP വർഗീസച്ചൻ, റോയ് 90-91 ബാച്ചിലെ അധ്യാപകരായിരുന്ന സ്നേഹിതർ, അവിടെ ആ വർഷം ഈ സ്കൂളിൽ പഠിച്ച് പുറത്ത് പോയി ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹം, അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റ് സ്നേഹിതർ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ 74 മുതൽ 83 വരെ ഇവിടെ അധ്യാപകനായിരുന്നു. അത് ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയില്ല. നിങ്ങളുടെ മൂത്ത സഹോദരന്മാരോ
ഒക്കെ അവരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ കോർപ്പറേറ്റ് സ്കൂളായതുകൊണ്ട് മറ്റ് സ്കൂളുകളിലേക്ക് പോകേണ്ട ആവശ്യം പലപ്പോഴും വരും. ചിലപ്പോൾ പ്രൊമോഷനായിട്ട് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു 9 വർഷം ഞാൻ പുറത്തായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ തന്ന് നിങ്ങളെ 9ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നതിൻ്റെ നേതൃത്വവും ചുമതലയും സൂപ്പർവിഷനും ജോർജ് ഫിലിപ്പ് സാറിനായിരുന്നു. എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ നിങ്ങളുടെ സ്വഭാവ രൂപീകരണം, മൂല്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് പശ്ചാത്തലം ഒരുക്കിയത്, നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് എന്തൊക്കെ ലഭിക്കണമോ അതിന് പശ്ചാത്തലം ഒരുക്കിയതൊക്കെ ജോർജ് ഫിലിപ്പ് സാർ. ഞാൻ നിങ്ങളുടെ അവസാന വർഷം, അതായത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പ്രവേശിച്ച വർഷം മാത്രമേ ഇവിടെ തിരികെ വരാനായിട്ട് എനിക്ക് സാധിച്ചുള്ളൂ. ഒരു വർഷത്തെ സ്വാധീനമേ ഉള്ളൂ. നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും എല്ലാ ക്ലാസ്സിനും ഓരോ പീരീഡ് 10th പോകുമായിരുന്നു. ഫസ്റ്റ് ഇയറിൽ അങ്ങനെ ഉണ്ടായോ എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. പിന്നെ സ്കൂള് മൊത്തത്തില് വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു ക്ലാസ്സായിരുന്നു നിങ്ങളുടെ ക്ലാസ്. അതുകൊണ്ട് 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ചില കുഴപ്പങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ടെന്നൊക്കെ സുസന്ന ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചെങ്കിലും അത്രയും കുഴപ്പങ്ങളൊന്നും കാട്ടിയതായിട്ട് ഞങ്ങളുടെ അറിവില് നിങ്ങളുടെ മനസ്സിലില്ല. നിങ്ങൾ പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചവരാണ്. ഇപ്പോൾ ഇവിടെ അറ്റൻഡൻസ് എടുത്ത അവസരത്തിൽ പ്രസന്റ് എന്ന് പറഞ്ഞവരുണ്ട്, ഹാജർ എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ മറ്റു ചില സ്ഥലങ്ങളുടെ പേര് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അനുപക്ഷനോട് പറഞ്ഞു, ചന്ദ്രനിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു. സ്കാറ്റേഡാണ്, എവിടെയില്ല ആളുകൾ. ഒറ്റ ഡിവിഷനിലെ കുട്ടികൾ സ്കാറ്റർ ചെയ്യപ്പെട്ടതാണ് ഇവിടെ നാം കേട്ടത്. അതുപോലെ ഇപ്പോഴും നിങ്ങൾ എല്ലാവരും ഉണ്ടാകാൻ സാധ്യതയില്ല. തുടർന്ന് നിങ്ങൾ സൗകര്യമുള്ള സ്ഥലത്ത് കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായിട്ടൊക്കെ കൂടുകയും ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുകയൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരുന്നത് അതൊരു സന്തോഷമാണ്. നിശ്ചയമായിട്ടും ആ സന്തോഷത്തിന്റെ അതിന്റെ ഡെപ്ത്, ആഴം എനിക്ക് നല്ലപോലെ അറിയാൻ. ഞാനത് ഓർഗനൈസ് ചെയ്യാനും അതിൽ പങ്കെടുക്കുന്ന ആളുമായതുകൊണ്ട് അതിന്റെ സന്തോഷം നല്ലതുപോലെ അറിയാം. മാർക്കമ്മ വിത്ത് ഓൾ ദ എഫോർട്സ് ഐ ലവ് ദി സ്റ്റിൽ എന്ന് തുടർന്ന് പറയും. എനിക്ക് ചിന്തിക്കാനും വിളിച്ച് ആദരിച്ചതിന് എല്ലാവരോടുമുള്ള സന്തോഷവും. എന്നെ ഇപ്പോഴും ഇന്ന് രാവിലെയും ഗാനഗന്ധർവൻ എന്ന് മാത്രം വിളിച്ച എന്റെ ബഹുമാനപ്പെട്ട ജോർജ് സാറ്, കെ എം ഫിലിപ്പ് സാർ എന്റെ കൂടെ 2000 വർഷം വരെ, ഞാൻ റിട്ടയർ ചെയ്തത് 2000-ലാണ്. അന്ന് വരെ എന്നോടൊപ്പം സഹപ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് ഞാൻ 2000-ൽ റിട്ടയർ ചെയ്യുന്ന വർഷം എൻ്റെ ഒരു ഗാനമേള ഈ സ്കൂളിലുണ്ടായിരുന്നു. അന്നത്തെ 2000-ല് നിങ്ങളുടെ സ്റ്റുഡന്റ് എൻ്റെ മകൻ ആ ഗാനമേളയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. ദൈവകൃപയാൽ വീണ്ടും ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലിയ നടത്തിപ്പായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മക്കളെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഈ കുഞ്ഞുങ്ങള് വീണ്ടും ഒന്നിച്ചു കൂടി വരുവാനും അവരുടെ സ്നേഹം പങ്കുവയ്ക്കാനും ഗുരുക്കന്മാരെ വന്ദിക്കുവാനും അവർക്ക് ഒരു മനസ്സ് തോന്നിയതിൽ പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുന്നു. ഞാൻ ഇത്രയും സ്റ്റേജിലൊക്കെ പാടി ആളുകൾ ഇപ്പോഴും പറയും ജോർജ് കുട്ടി സാറിന്റെ വ്യത്യാസമില്ല, മുടി കറുപ്പിച്ചു വെച്ചിരിക്കുകയാണ്, 68 കഴിഞ്ഞു. അപ്പോഴേ എന്റെ മകൻ അവന് 12ാമത്തെ വയസ്സിലുള്ള ഒരു അതെ. അപ്പോ ഇത്രയും ദൈവത്തിന്റെ നടത്തിപ്പാണ്. വീണ്ടും എനിക്ക് ഒരു പാട്ട് പാടാൻ ദൈവം അവസരം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഇപ്പോഴും ഞാൻ പാടുമ്പോൾ ആദ്യത്തെ പാടുമ്പോൾ ഒരു ചെറിയൊരു വേറെയാണ് കേട്ടോ. നമ്മുടെ മധു പകരു എന്നുള്ള പഴയ ഒരു ഗാനം.
മധുപകരും മലർച്ചൊരിയും അനുരാഗ പൗർണമിയേ നീ മധുപകരും മലർച്ചൊരിയും അനുരാഗ പൗർണമിയേ നീ മായല്ലേ മായല്ലേ നീലനിലാവൊളിയേ നീ മധുപകരും മലർച്ചൊരിയും അനുരാഗ പൗർണമിയേ ഒരുപാട് നന്ദിയുണ്ട് സർ, ഒരുപാട് നന്ദി സാർ. ജോസഫിനും ജോക്കിയും അഭിജിത്തും കൂടി നമ്മുടെ സ്നേഹം പങ്കുവച്ചു ആദരിച്ചിരിക്കുകയാണ്. അടുത്തതായി ഞങ്ങളുടെ ടീച്ചർമാർ ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയാകുന്നു. സാധാരണ ഇവിടെ ട്രാൻസ്ഫർ ടീച്ചേഴ്സിന് മലയാളം മീഡിയത്തിലെ 8ാം ക്ലാസ്സിലേക്ക് ഒക്കെ കൊടുക്കാറുള്ളത്. എനിക്ക് എന്തിനാ ഇത് തന്നത്? ഞാൻ ആകെപ്പാടെ 88 പേരെയും കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു പ്രയാസം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഞാൻ കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ 30 വർഷത്തെ അധ്യാപക ജീവിതത്തില് ഞാൻ ഇവർക്ക് മുൻപുള്ള കുട്ടികളെയും ഇതിന് ശേഷമുള്ള കുഞ്ഞുങ്ങളെയും ഇത്രയും പേഴ്സണലായിട്ട് ഞാൻ ഓർക്കുന്നുമില്ല. അതുപോലെ ഇത്രയും സ്നേഹം പങ്കുവച്ചതായ ഒരു ബാച്ചിനെയും ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞ ജോപ്പി, എനിക്ക് ബഹളക്കാരനല്ല എന്റെ ജോപ്പി. അവൻ ക്ലാസ്സിലെ ചില കുസൃതികൾ, അത്
എന്റെ ടീച്ചറെ എങ്ങനെ ഇവന്മാരെ പോറ്റുന്നത്? ജോക്കി പറയുകയാണ്, ഞങ്ങളുടെ ടീച്ചർ രാവിലെ 2 ഗ്ലാസ് ബൂസ്റ്റ് അടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഞങ്ങളെ പോറ്റാൻ എന്താണ് പാട്? അതൊന്ന്. പിന്നെ ഇപ്പൊ ക്ലാസ്സില് 88 കുട്ടികളുണ്ട്. ജൂലൈ ആയപ്പോഴത്തേക്ക് അത് 90ആയി. നമ്മുടെ ജെസ്സി ജോണും പിന്നെ ഞങ്ങളുടെ തോമസ് ജോണാണ് വരുന്നു. അതില് ജെസ്സി ജോൺ 50ആയപ്പോഴത്തേക്ക് മരിച്ചു. പിന്നെ 53 പേരാണ്. ഇനി ഈ കുഞ്ഞുങ്ങളെ 8ാം ക്ലാസ്, 8ലെ ക്ലാസ് ടീച്ചർ, 9ലെ ക്ലാസ് ടീച്ചർ, പിന്നെ 10ാം ക്ലാസ്സില് ബയോളജി 3 ഡിവിഷനിലും ഈ കുഞ്ഞുങ്ങളെ എനിക്ക് പഠിപ്പിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 90 പേരുടെ പേര് എനിക്ക് നല്ലതുപോലെ ഇപ്പോഴും എല്ലാവരുടെയും പേര് ഒരുവിധം എല്ലാവരുടെയും എനിക്ക് എപ്പോഴും അറിയാം. കാരണം എന്റെ ഔദ്യോഗിക ജീവിതത്തില് ഈ ബാച്ചിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. 8ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ, 9ലെ ക്ലാസ് ടീച്ചർ. പിന്നെ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ അവരുടെ 4 വർഷം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവരവിടെയൊക്കെ വരുമ്പോഴേ ജോബി, ജോജോയെ, പിന്നെ ഒരു ബോബനുണ്ട്, അഭിജിത്ത്, ഇവരെല്ലാം വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം ഇതിന്റെ വർഷം 3-4 വർഷമായിട്ട് അടുപ്പിച്ച് വീടുകളിൽ വന്ന് കാര്യങ്ങൾ എന്റെ വീട്ടിൽ വന്ന് കാര്യം അന്വേഷിക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്ത കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ടതായ ജോലി, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭാവി ജീവിതം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി രേഖപ്പെടുത്തി. എന്റെ അധ്യാപന ജീവിതത്തിൽ 3 ക്ലാസ് മുറികളാണ് ഇന്നും എനിക്ക് ഓർമ്മയുള്ളത്. ഞാനിവിടെ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരിക്കലും ഒരു അധ്യാപകർ പറഞ്ഞത് നിറഞ്ഞ സദസ്സില് ആടാൻ പോകുന്നതാണ്. ആ ഓർമ്മ ഇന്നും എനിക്കുണ്ട്. ഇന്ന് ഞാൻ ഈ നിറഞ്ഞ സദസ്സിനെ കുറിച്ചാണ് ഓർക്കുന്നത്. ഈ നിറഞ്ഞ സദസ്സിൽ ആടാൻ പോകുന്ന ഒരു ദിവസം ഒരധ്യാപകൻ ഒന്ന് പരിഹസിച്ചു. വാസ്തുവിനെ വല്ലാതെ വേദനിച്ചു. ഞാൻ അവിടെ ചെന്ന് ആത്മാർത്ഥമായിട്ട് അഴിച്ചു വിട്ടു. ഒരു കോണി മാറി നിന്നു. ഒരു ഓർമ്മിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. 3 ദിവസം ശരിക്കും ഇവരെ ക്ലാസ് ആടി തിമർത്തു. എന്റെ പേര് 3 ദിവസവും വരെ ശരിക്കും ആടി തിമർത്തു. ഇടയ്ക്ക് എന്നെ പരിഹസിച്ച അധ്യാപകൻ വന്നു, എന്താ സാറേ എനിക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല, സാറ് കാണിച്ചു പോകാൻ തന്നേക്കും, ഞാൻ സാറിന് വിട്ടോളാം. 4ാം ദിവസം എനിക്ക് തോന്നി. ഇപ്പൊ ഹെഡ് മാസ്റ്റർ ജോർജ് സാറും വന്ന് എന്നോട് ചോദിച്ചത് എന്താ സാറേ ഇങ്ങനെ. ഞാൻ സാറേ എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഭാഷാധ്യാപകനെ കൊണ്ട് നിയന്ത്രിക്കാവുന്ന കാര്യമല്ല, എന്റെ പിടിക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞു. എന്റെ രംഗത്ത് ഞാൻ പറയുന്നില്ല. ഇവര് ശരിക്ക് നന്നായി തകർക്കുന്നത് ഞാൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നും അതെന്റെ ഓർമ്മയിലുണ്ട്. ഓരോരുത്തരുടെയും അഭിനയം, ഓരോരുത്തരും തകർത്ത് ആടിയത്. ആ പ്രശ്നം പരിഹരിക്കുന്നത് ഞാൻ എന്റെ വ്യക്തിത്വത്തിലേക്ക് തിരിഞ്ഞു വന്നു. ജോർജ് സാറിന്റെ ഓഫീസിൽ വിളിച്ചു വെച്ചപ്പോഴും ഞാൻ രഹസ്യം പറയുന്നില്ല. എന്റെ ഹൃദയത്തിൽ വല്ലാതെ ഏറ്റവും ഒരു സംഭവമായിരുന്നത് 4ാം ദിവസം രാവിലെ ക്ലാസ്സിൽ ചെന്നപ്പോ കൺട്രോൾ എടുക്കുകയും അവിടെ ഞാൻ ശരിക്ക് പഴയ രീതിയിൽ ആഗ്രഹിച്ചു. ഇന്നും അതിന്റെ ഓർമ്മയിലുണ്ട്. ഓരോ മുഖവും അവിടെ ഇരുന്ന് കാണിച്ച കുസൃതികള്. പക്ഷേ ആ 3 ദിവസം അവർക്ക് ശരിക്കും കുസൃതി കാണിക്കാൻ പറ്റി. അതിന് മുമ്പും പിമ്പും അവർ അനങ്ങാൻ ഞാൻ സമയം കൊടുത്തിരുന്നു. നിങ്ങൾ ഓർപ്പിക്കുന്നത് ഞാൻ ജീവിതത്തിൽ ഒരു കാര്യം പഠിച്ചു. ഒരു കളിയാക്കലുകൊണ്ട് എന്റെ ഹൃദയത്തിൽ വന്ന വേദന അതിന് മറ്റൊരു ഉയർന്ന തലത്തിലാക്കിയെടുക്കാൻ കഴിയും. ഞാൻ ഈ വിദ്യാലയം വിട്ട് മറ്റൊരു വിദ്യാലയത്തിൽ പോകുന്ന സമയത്ത് കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷിൽ MA പാസ്സായിട്ട് പോയത്. ഒരു മനുഷ്യനും അറിവുക. കാരണം ഒരു മലയാള അധ്യാപകനെ പരിഹസിച്ചതിന്റെ വൈരാഗ്യം, ഈ വൈരാഗ്യം എന്റെ ഒരു MA എടുക്കാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അത് തകരാതെ ഉയർച്ചയിലെത്തുന്ന ഒരു പടിയായി നിങ്ങൾ സ്വീകരിക്കണം.
അപ്പൊ നിങ്ങളുടെ ആ 3 ദിവസത്തെ കുസൃതിത്തരങ്ങൾ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. ഇവിടെ വിട്ട് ഞാൻ വേറെ സ്കൂളിൽ നിന്നപ്പോൾ 71 കുട്ടികളെ പഠിപ്പിക്കേണ്ടി വന്നു. ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 89, 90 പഠിപ്പിക്കേണ്ടി വന്നു. കാരണം ആ സ്കൂളിൽ അധ്യാപകർ വരാറില്ല. ഗവൺമെന്റ് സ്കൂളാണ്, നിയമിച്ചാലും കൂടെ ആരും വരത്തില്ല. പിന്നെ ഞങ്ങൾ 4 5 അധ്യാപകരാണ് ഒരു വലിയ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. 2-3 ക്ലാസ് ഒരുമിച്ചെടുക്കും, ഒരു സ്റ്റേജിൽ കാണും, അവിടെ വന്ന് ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുക ചെയ്യുന്നത്. ആ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത ഞാൻ മഞ്ഞവീട് സ്കൂളിൽ വന്ന് കയറിയത്. അപ്പൊ നിങ്ങളെ ഒരു കാലത്തും മറക്കത്തില്ല. നിങ്ങളുടെ പുസ്തകങ്ങൾ എന്നും ഓർമ്മയിലുണ്ട്. എല്ലാവരുടെയും പേര് ഓർമ്മിക്കുന്നില്ല, മുഖഭാവങ്ങൾ കാണുമ്പോൾ ആ പുസ്തകങ്ങൾ ഇന്നും ഓർമ്മയിലുണ്ട്. ജീവിതത്തിലുണ്ടാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾ അതിനെ വലിയതാക്കാൻ, ജീവിതത്തിന്റെ മേന്മയാക്കി മാറ്റാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഈ സോങ് ഇപ്പം റീസെന്റ് റിലീസായ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറഞ്ഞ ഫിലിമിന്റെയാണ്. അത് ഞാൻ കമ്പോസ് ചെയ്തു. ആക്ച്വലി ഇത് ഈ സീരിയൽസിനെ കളിയാക്കിക്കൊണ്ടുള്ളൊരു കളിയാക്കി നല്ല സീരിയൽസ് വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതിനകത്ത് വിവരിക്കുന്നത്. ആ സോങ്ങിൽ ഇത് നാദുഷയ്ക്കാണ് എഴുതിയത്. ആ സോങ്ങാണ്. നമ്മുടെ സൈജു സാനന്ദായി. ഇത് ഒരിക്കലും പ്രതീക്ഷയല്ല. പക്ഷെ ശരിക്കും ഇതൊക്കെ എന്നെ സംബന്ധിച്ച് AR റഹ്മാൻജിക്ക് ഓസ്കാർ കിട്ടിയതിനേക്കാളും വലിയൊരു അവാർഡായിട്ടാണ് കരുതുന്നത്. കാരണം 8th തൊട്ടാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. അതുവരെ ഞാനും ഈ പറഞ്ഞ പോലെ വേറെ സ്കൂളിലൊക്കെ പഠിച്ച അവിടെ കഴിഞ്ഞാണി നടന്നു. പക്ഷെ ഇവിടെ ഒന്ന് അവരെ കംപ്ലീറ്റ് ഒതുങ്ങിപ്പോയി. ടീച്ചർ മുമ്പേ പറഞ്ഞ പോലെ
അതെ. അപ്പം എന്റെ പേര് അന്ന് സൈജു ജോർജ് എന്നാണ്. പക്ഷെ ഇത് കൂടാതെ 1-2 പേരുകൾ വേറെ ഉണ്ടായിരുന്നു. അതെന്റെ ഫ്രണ്ട്സ് എനിക്ക് തന്ന പേരുകളാണ്. ശവപ്പെട്ടി എന്നൊരു പേരുണ്ടായിരുന്നു. കാരണം അന്ന് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞാൻ ഈ ഹാർമോണിയം പിടിച്ചോണ്ട് അങ്ങോട്ട് പോകും. അപ്പൊ നീ ശവപ്പെട്ടിയും കൊണ്ട് പോകുന്നതിനാണ്. പിന്നുള്ള പേര് കോമൺ ആയിട്ട് എനിക്ക് അപ്പനും കൊണ്ടുള്ള പേരായിരുന്നു കുണ്ടറ. അപ്പം ഈ കുണ്ടറ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു ഇവിടെ പത്തനംതിട്ടൊന്നും വലിയായിട്ട് അറിയാത്തോണ്ടായിരിക്കാം. അത് പക്ഷെ സ്കൂളിലൊന്നും അല്ല. ടൗണിൽ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ അച്ഛൻ്റെ പുറകിൽ നിന്ന് ബൈക്കിൽ പോകുമ്പോഴും ഇങ്ങനെ മാലിന്യം അപ്പുറത്ത് അപ്പൊ ഞാൻ നോക്കുമ്പോ ആരും കാണത്തില്ല. ജിയോപ്പി അതിൽ ഒരാൾ മാത്രം. അല്ല, അത് വേറെ വിഷയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ സംഗീതപരമായിട്ട് ഇവിടുന്ന് അച്ഛൻ്റെ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കാൻ പറ്റിയതാണ് എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയത്. ഇവിടുന്ന് യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ എത്രയോ ദിവസങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് 2 പേരായിരുന്നു. ഞാൻ നമ്മുടെ മഞ്ജു മരലുണ്ടനും ആയിരുന്നു സ്ഥിരമായിട്ട് പാട്ടെന്ന് പറഞ്ഞ് നടക്കുന്നത്. പിന്നെ ടീച്ചറിന്റെ ഒരുപാട് പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പം സത്യം പറയാ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടെ, വാട്ടവർ ഗുരുക്കന്മാരുടെയും ആദ്യ ഗുരുക്കന്മാരുടെയും സഹപാഠികളുടെയും മുമ്പ് വെച്ച് ചെറുതായിട്ടെങ്കിലും ആദരിക്കപ്പെടാൻ അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ പിതാവിനും എൻ്റെ കൂട്ടുകാർക്കും ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നാം ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജോർജ് ഫിലിപ്പ് സാർ, KM ഫിലിപ്പ് സാർ, ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട അനു കൊച്ചമ്മ, ഞാൻ ഒന്നിച്ച് ദീർഘകാലം പ്രവർത്തിച്ച് CS സ്കൂളിൽ അധ്യാപകരായി ഒരുമിച്ച് പ്രവർത്തിച്ച ഇപ്പോൾ ഹെഡ്മിസ്ട്രസ്സായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഷീബ ടീച്ചർ, മറ്റ് അധ്യാപകർ, ഇവിടെ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ കൂടുതൽ താല്പര്യപ്പെട്ട് ലീഡ് ചെയ്തതായിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെന്ന് പറയുന്നില്ല, നിങ്ങളെ ഇപ്പോൾ മക്കളായിട്ട് അല്ലെങ്കിൽ അനുജന്മാരായിട്ട് ഒക്കെയാണ് പറയേണ്ടത്. ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു ക്രമീകരണം ചെയ്യുവാനായിട്ട് ഇതിനെ മുൻകൈ എടുത്തവരെയും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ അഭിനന്ദിക്കുവാനും അതോടൊപ്പം തന്നെ അവരോടുള്ളതായി നന്ദി അറിയിക്കുവാനുമായിട്ട് ഞാൻ ആമുഖം ഉപയോഗിക്കുകയാണ്. പരസ്പരം സ്നേഹം പങ്കിടുക, പരസ്പരം ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പോരാടുക. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരു അനുഗ്രഹം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തലമുറകളിലൂടെ കൈവരിക്കുന്നതായിട്ടുള്ള ഒരു ദൈവശക്തിയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹവും ശാപവും 2 ശക്തികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അനുഗ്രഹങ്ങൾ ഉണ്ടാകത്തക്ക നിലയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കണമെന്നും കൂടിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്നേഹമുള്ള അധ്യാപകരെ, ഏറ്റവും വാത്സല്യമുള്ള മക്കളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾ ഇവിടെ നടത്താനായിട്ട് വളരെയധികം ശ്രമമെടുത്ത് ചെയ്തതുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. ഇന്നാണെങ്കിൽ എനിക്ക് വരുവാനായിട്ട് ഒട്ടും നിവൃത്തിയില്ലാത്തൊരു ദിവസം. രാവിലെ ഒരു കുർബാനയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു 8 മണിക്ക്. ഉച്ചയ്ക്ക് 10:30 ഒരു കല്യാണം ഉറപ്പുണ്ട്. ഞാൻ തന്നെ യാത്ര ചെയ്തിട്ടില്ല അടുത്ത കാലത്ത്. എന്നാൽ അച്ഛൻ എന്നെ കൊണ്ടുവിടുവാനായിട്ടോ എടുക്കാനോ സമയവും സാവകാശവും ഇല്ല. എന്നോട് ഒരു നീ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാനിന്ന് പോകുമെന്ന് പറഞ്ഞു. അച്ഛൻ രാവിലെ തന്നെ പള്ളിയിൽ ഭയങ്കര മഴയുമാണ്. പള്ളിയിൽ പോയി 7:30 ആയപ്പോഴേ 7:00 മുമ്പേ പോയി. ഞാൻ 8:30 ഇറങ്ങിയാൽ ഇവിടെ വരാമെന്നുള്ള കണക്കുകൂട്ടൽ ഇരുന്നെങ്കിൽ ഞാൻ 8 മണിക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. ഭയങ്കര മഴ. എന്നാൽ അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് തിരുവല്ലയിൽ വന്നു. തിരുവല്ലയിൽ ഒരാൾ എന്നെ ബസ് കയറ്റി, ട്രാൻസ്പോർട്ട് ബസ് ഫാസ്റ്റ് കയറ്റി വിട്ടു. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോയിൽ വന്നു. നിങ്ങളോടൊപ്പം ഇവിടെ വന്നത്
എനിക്ക് തീവ്രമായ ആഗ്രഹമായിരുന്നു. വന്നതിൽ ഏറ്റവും നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇവിടെ വന്നപ്പോഴേ ഞാൻ ഈ അഖിലേഷിനെ കണ്ട്. അഖിലേഷാണെന്നൊന്നും എനിക്കറിയില്ല. ടീച്ചർ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നാൽ എനിക്ക് അന്നേരം സ്ട്രൈക്ക് ചെയ്തില്ല ഇവിടെ വരുന്ന ആളാണ്. ഞാൻ ഇവിടുത്തെ ഓഡിറ്റോറിയമാണ് ചോദിച്ചു. ഇവിടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും അത് വിട്ടുപോയി. ഇതിലൂടെ കയറി ഇവിടെ വന്നപ്പോഴേ അഖിലേഷ് വന്നു. ഞാൻ അന്നേരമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. ഞാൻ ആ പഠിപ്പിച്ച കുട്ടികളാണെങ്കിൽ തന്നെയും അവരെ കൊച്ചു പിള്ളേരായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിരിക്കുന്നത്. ഇവരെ ഇപ്പോഴും 40 വയസ്സായെന്ന് പറഞ്ഞു. ഞാനിവിടെ പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് 30-32 വയസ്സായിരുന്നു. ബന്ധപ്പെട്ട് ഇവിടെ ധാരാളം പേര്, സൂരജ്, ജോയ്, മറ്റവരെല്ലാവരും, അഭിജിത്ത്, എല്ലാവരും വന്ന് വർത്താനം പറഞ്ഞു. അവരെന്റെ മക്കളുടെ പേര് വരെ ചോദിച്ചു. എവിടെയാണ് ചോദിച്ചു. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് 1979 ഞാനിവിടെ വരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്രാൻസ്ഫർ ഒന്നും ചോദിക്കാതെ വേറൊരു പ്രത്യേക കാരണത്താലാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ തന്നു. ഒരു ഡിവിഷനിലെ ഒരു ചെറിയ കാര്യം പറയട്ടെ. വലിയൊരു കൺവെൻഷൻ ഞങ്ങളുടെ കുറ്റപ്പുഴ നടക്കുക, റിലീജിയസ് കൺവെൻഷൻ. ഞാൻ മുൻപേ ഇരിപ്പുണ്ട്. അപ്പോഴും പ്രസംഗിക്കാൻ വന്ന ആള് പറഞ്ഞു, എന്നെ പഠിപ്പിച്ച അധ്യാപിക ഇവിടെയുണ്ട്. ഈ ക്ലാസ്സിലെ അല്ല കേട്ടോ, വേറൊരു ക്ലാസ്സിലെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് ക്ലാസ്സിൽ ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ടീച്ചർ ക്ലാസ്സിലോട്ട് വന്നപ്പോൾ ഞാൻ ക്ലാസ്സിലെ മേശയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. അന്നത്തെ ആ ദിവസം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു എന്നെ അടിച്ചങ്ങ് പൊട്ടിക്കും. പക്ഷെ ടീച്ചർ ഒന്നും മിണ്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയിരുന്നു. അല്പം കഴിഞ്ഞ ഉടനെ വിജയമാതി സാറാണ് ഹെഡ് മാസ്റ്റർ. വിജയമാതി സാർ അങ്ങോട്ട് വന്ന് വിളിപ്പിച്ചെന്ന് പറഞ്ഞു. വിളിപ്പിച്ച് ഒത്തിരി അടിക്കുകയോ എടുക്കുകയോ ചെയ്തു. ഞാൻ പറഞ്ഞൊരു ചുരുക്കം, ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ള അടിച്ചിട്ടുള്ള ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരും അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നു. വളരെയധികം ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ മക്കളെ. പേരൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും പേരുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞത് ചുരുക്കം എന്നാന്ന് ചോദിച്ചാൽ, ഇന്ന് വന്ന് ഇവിടെ ചോദിച്ചപ്പോഴേ എല്ലാവരും വളരെ നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചത്. അന്നത്തെ കുസൃതിയും അന്നത്തെ വഴക്ക് പറച്ചിലും ഒന്നും നഷ്ടമായി പോയില്ല എന്ന് വിശ്വസിക്കുക. ഈ ക്ലാസ്സിൽ 2 അച്ഛന്മാരുണ്ട്. അതിലൊരു അച്ഛന് ഇവിടെ ഉണ്ട്, റോയി അച്ഛൻ. മറ്റേ അച്ഛന് കഴിഞ്ഞ 1 വർഷം മുന്നേ ഞാനും 2 സക്രിയ സിനിമേനെയും ഗർഭവ സിനിമേനെയും കൂടെ ആന്ധ്രാപ്രദേശിൽ കൊടുത്തു. അവിടെ ചെന്നറിയോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴേ ഒരാള് വന്ന് സംസാരിക്കുന്നു. അപ്പൊ ആരാന്ന് എനിക്കറിയത്തില്ല. അല്പം കഴിഞ്ഞ് എൻ്റെ അരികിലോട്ടൊന്ന് പറഞ്ഞു, ടീച്ചർ കൊച്ചമ്മ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. എനിക്ക് യാതൊരു നിവൃത്തിയില്ല അറിയുന്നു. ഒടുവിലാരെന്നറിയോ, യുവനസഖ്യത്തിന്റെ കേന്ദ്ര സെക്രട്ടറി ഷാജു പി ജോൺസൺ. ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും ആരും നഷ്ടമാകാതെ എല്ലാവരും നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തിയെന്നുള്ള അല്ലെങ്കിൽ എത്തിയെന്നുള്ള കേൾക്കുന്നത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഏറ്റവും ഹൃദ്യമായ അനുഭവം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ വഴക്കൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ട് കൊണ്ടുവന്ന എനിക്ക് ചിന്ത. എന്നാൽ ആ സന്ദർഭത്തിൽ ഞാൻ പറയും, ഞാൻ എന്നും എൻ്റെ ജീവിതം ഒരു ടീച്ചറായിട്ട് അവസാനിപ്പിക്കും. നിങ്ങൾ ഞങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനങ്ങളിൽ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സൊക്കെ ആയി ചെല്ലുന്ന സമയത്ത്, നിങ്ങളുടെ മുൻപിൽ അസുഖമായിട്ട് ഞാൻ വരുന്ന സമയത്ത് ഞാൻ കൈകൂപ്പി നിൽക്കേണ്ടി വരും. നിങ്ങൾ എന്തോ അല്ല, അതുമല്ല. അങ്ങനെ നിങ്ങൾ നല്ല സ്ഥാനത്ത് എത്തണം എന്നുള്ള ചിന്തയിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊന്നും നഷ്ടമായി പോയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. അതുപോലെ തന്നെ SLCക്ക് പഠിക്കുന്ന സമയത്ത്, നിങ്ങളുടെ പരീക്ഷ എഴുതുന്ന സമയത്ത്, നിങ്ങളുടെ അവസാനത്തെ SLC പരീക്ഷയിൽ 2 കുട്ടികൾ ഞാൻ എൻ്റെ വീട്ടിൽ, അന്ന് ഞാൻ മേക്കൊഴൂരം 2 കുട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി. അവർക്ക് കണക്കിന് 2 ദിവസം താമസിച്ചെന്ന് എനിക്ക് തോന്നുന്നവരെ താമസിച്ച് അവർക്ക് കണക്ക് പറഞ്ഞു കൊടുത്തത്. അവരുടെ ഷർട്ടും എല്ലാം 2 ദിവസം താമസിക്കാനുള്ള ഷർട്ടും ഒക്കെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ താമസിച്ച് ഞാൻ കണക്കൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ നന്ദിയോടെ ഇപ്പോൾ ഓർക്കുന്നു. ജീവിതത്തില് നമുക്ക് തരുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന് എനിക്ക് 32 വയസ്സേ ഉള്ളൂ, നിങ്ങൾക്ക് ഇപ്പം 40 വയസ്സായി. നിങ്ങളുടെ ഇത്രയും പോലും ഇല്ല ഞാൻ അന്ന് വരുന്ന സമയത്ത്.
നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുവാനായിട്ട് ടീച്ചേഴ്സൊക്കെയും വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ റിട്ടയർ ചെയ്തു. ഇവിടുന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിരുവല്ലയ്ക്ക് പോയി, അവിടുന്ന് കൊട്ടാരക്കരയ്ക്ക് പോയി, അവിടുന്ന് റിട്ടയർ ചെയ്തു. എന്നാൽ 2008 പെട്ടെന്ന് എനിക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. 2-3 ഡോക്ടേഴ്സ്, ഫാമിലി ഡോക്ടേഴ്സ് ഞാൻ കൊണ്ട് അവർ വീട്ടിൽ വന്ന് പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട, വെല്ലൂർ പോകണം. വെല്ലൂർ പോയി അവിടെ ചെന്ന് തന്നെ റിസോഴ്സ് തിരുമേനിയുണ്ട്, തിരുമേനിയുടെ അടുത്ത് ഞാൻ കാണാൻ പോയി. തിരുമേനി പറഞ്ഞു ഇതൊന്നും ഒരു അസുഖമൊന്നുമല്ല, ഞാൻ 10 വർഷമായി എനിക്ക് അസുഖമായിട്ട്, ഇത് ആശുപത്രി പൈസ പിടുങ്ങാനുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ ദൈവം തമ്പുരാൻ എന്നെ അതിശയകരമായി ഇത്രത്തോടെ നടത്തി. ഓപ്പറേഷൻ കഴിഞ്ഞു, കീമോതെറാപ്പി എടുത്ത്, റേഡിയേഷൻ 10-25 എടുത്തു. ഇപ്പം 6-7 വർഷത്തോളമായി. ദൈവം തമ്പുരാൻ ഇത്രയും ആരോഗ്യത്തോടുകൂടെ നിങ്ങളുടെ മുൻപാകെ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ ഈ സ്നേഹം പങ്കിടുവാനായിട്ട് സാധിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ആ അസുഖം തുടങ്ങി കഴിഞ്ഞ് പിന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഓസ്റ്റിയോപൊറോസിസ്, ക്യാൻസർ ഇത്രത്തിന്റെ മരുന്ന് ഞാൻ ഓരോ ദിവസം കഴിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ ഇത്രയും ആരോഗ്യം നിന്ന് ഞാൻ നിങ്ങളുടെ എനിക്ക് കൊണ്ടുവന്നതിന് 1000 സ്തോത്രം ചെയ്യട്ടെ. അതുപോലെ തന്നെ എൻ്റെ 2 മക്കള് ഇവിടൊക്കെ ഉള്ളവരെയൊക്കെ കല്യാണം കഴിപ്പിക്കണമെന്ന് ആലോചിച്ച് ഇവിടൊക്കെ ഉള്ളവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ 2 പേരും എൻ്റെ കൂടെ ഇല്ല. ഇപ്പം ഒരാൾ ദുബൈയിലാണ്, ഒരാൾ USA-യിലാണ്. USA-യിലുള്ള ആള് 2 ദിവസം മുന്നേ ദുബായി വന്ന് 4-5 ദിവസം അവിടെ താമസിച്ചിട്ട് അടുത്ത ആഴ്ച വരും. വന്നു കഴിഞ്ഞിട്ട് മൂത്ത കുട്ടിയും വരും. വന്നിട്ട് അവരൊന്നിച്ചു പോകും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞാലും നിങ്ങളിപ്പം കൊച്ചു കുഞ്ഞുങ്ങളാ, നിങ്ങൾക്കൊക്കെ കൊച്ചു മക്കളായിട്ടുണ്ട്. അവരെ നല്ല പാതയിൽ വളർത്തുവാനായിട്ട് ദൈവം തമ്പുരാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ചൊരിയട്ടെ, എല്ലാവിധ നന്മകളും ചൊരിയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൂട്ടായിട്ടുണ്ട്. ഏത് സ്ഥാനങ്ങളിലും പോയാലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഈശ്വരനിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ വിളിച്ച് ആദരിച്ചതിലും എനിക്കിവിടെ വരാൻ സാധിച്ചതിലും ദൈവത്തോടുള്ള നന്ദിയും നിങ്ങളോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഇങ്ങനെ ഒരു റീയൂണിയൻ തുടങ്ങാനായിട്ടൊക്കെ തോന്നിയത് 1-2 വർഷങ്ങളായിട്ട് അവർ ആലോചിക്കുന്നുണ്ടെന്നൊക്കെയാണ് എനിക്കും അറിയാൻ സാധിച്ചത്. ഇത് ഏറ്റവും നന്നായി. ഇത് വളരെ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കുറേ സമയം കൊണ്ട് മനസ്സിന് വീട്ടിലും ഒക്കെ അങ്ങ് പോകാനുള്ള ധൃതി ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ 5-ലും 6-ലും 7-ലും കണക്കാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നല്ല എണ്ണം കൂടിയ ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വളരെയുണ്ട്. അതൊക്കെ സുസന്നാമ്മ ടീച്ചറൊക്കെ പറഞ്ഞല്ലോ. എല്ലാ ദിവസവും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മകൻ ഉൾപ്പെടെ ഞങ്ങളുടെ അധ്യാപകരുടെ കുഞ്ഞുങ്ങളുടെ 4-5 ഉണ്ടായിരുന്നു. വളരെ കുസൃതികളൊക്കെ കാണിക്കും, കുന്തും തെള്ളും. സ്ഥലത്തിന്റെ പോരായ്മയും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്റ്റോറിന്റെ മുകളിലത്തെ റൂമായിരുന്നല്ലോ, തെള്ളി അങ്ങോട്ടും തെള്ളി ഇങ്ങോട്ടും തെള്ളി വലിയ ചെറുക്കമായിരുന്നു. എൻ്റെ മോൻ മിക്ക ദിവസവും കരഞ്ഞുകൊണ്ടാ വീട്ടിൽ വരുന്നത്. വീട്ടിൽ അവന് അത്രയൊക്കെ അങ്ങോട്ട് സഹിക്കാൻ അന്ന് കഴിഞ്ഞില്ലായിരുന്നു, ഇന്നെന്തും സഹിക്കും. അപ്പം എന്തും പരാതി അങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു, കരഞ്ഞു, തെള്ളി, അങ്ങനെ മിക്കവാറും പരാതിപ്പെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. മുടങ്ങാതെ പ്രാർത്ഥന ഞാൻ ഓർക്കും. പിറ്റേന്ന് ക്ലാസ്സിലോട്ട് വരുമ്പോൾ എന്തൊക്കെ അഭിമുഖീകരിക്കുന്നതെന്നുള്ള ചിന്തയുണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം നല്ല നിലയിലൊക്കെ ആയിരിക്കുന്നുവെന്ന് അറിയാൻ കഴിയും. ചുരുക്കം ചിലരെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാൻ, എന്നാലും പലരെയൊക്കെ അന്നത്തേതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഇങ്ങനെ ഒരു അവസരം ക്രമീകരിച്ചത് വളരെ നന്നായി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭാവി അനുഗ്രഹമായിരിക്കട്ടെ. ഒരുപാട് നീട്ടി പറയാനൊന്നും ഇപ്പോൾ സമയമില്ല, എല്ലാവരും ക്ഷീണിതരായി. അതുകൊണ്ട് ക്ലാസ് റൂമിലെ വിവരങ്ങളൊന്നും ഞാനിനി വർണ്ണിക്കുന്നില്ല. അതൊക്കെ ഇനി ഒരവസരം നിങ്ങൾ വരുമ്പോൾ പറഞ്ഞോളണം. അതൊക്കെ പറയാനുള്ള സമയം ഇപ്പം ഇല്ല. എന്നാൽ കുഞ്ഞുങ്ങളെ എവിടെ വെച്ചൊക്കെ കണ്ടാൽ ഞങ്ങളെ കണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞ് വരും. കാര്യം നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടാൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അച്ഛനും കുഞ്ഞുങ്ങൾ അന്നിരുന്ന അതുപോലെ അല്ലല്ലോ, നിങ്ങൾ അങ്ങ് വ്യത്യാസപ്പെട്ടു. എന്നാൽ ഞാൻ അറിയുന്നുണ്ട്, ടീച്ചർ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുഴുവൻ ഇരുന്ന് ഓർത്താണെങ്കിലും ആ കുട്ടി ക്ലാസ്സിൽ എവിടെ ഇരുന്നോ ആ സ്ഥാനം വരെ എൻ്റെ മനസ്സിൽ വരും. കുറെ കഴിയുമ്പോൾ പെട്ടെന്ന് ഓർക്കുന്നുള്ള പേരൊക്കെ എന്ന് പറഞ്ഞു പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ക്ലാസ്സിൽ എവിടെയാണ് ആ കുട്ടി ഇരുന്നത് അതുപോലും മനസ്സിൽ വരും. ഇപ്പം ഞങ്ങൾക്ക് പ്രായമായി, ഓർമ്മയൊക്കെ കുറവുണ്ട്. ഞങ്ങളെ എവിടെ വെച്ചിലൊക്കെ കണ്ടാൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ വിളിക്കുന്നത്, പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് വരും. എല്ലാവർക്കും അനുഗ്രഹം
ജീവിതം കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ